ലെബനനിലെ സാധാരണക്കാരുടെ മരണത്തിൽ കടുത്ത ആശങ്കയാണ് പങ്കുവയ്ക്കാനുള്ളത്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നുണ്ടായ സാധാരണക്കാരുടെ മരണത്തിൽ അങ്ങേയറ്റം ആശങ്കയാണ് രേഖപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ 300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി തന്നെ ലെബനോൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. സാധാരണക്കാരുടെ അവരുടെ സംരക്ഷിക്കാനായിരിക്കണം പ്രഥമ പരിഗണന അവിടെ നൽകേണ്ടത് എന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. അതായത് ഈ ഇസ്രായേലിന്റെ ഇത്തരം ഒരു നടപടിയിൽ ലെബനോനിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാധാരണക്കാർക്ക് മേൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ആകട്ടെ വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കടുത്ത ആശങ്കയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ പ്രകടമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതിനും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും അത്യാവശ്യമാണ് എന്നതാണ് ഇവിടെ ഇന്ത്യ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. ലെബനനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയെ അത്തരത്തിൽ ഈ ഒരു സേനയെ യൂണിഫോമിലേക്ക് സൈന്യത്തെ നൽകുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നിലവിലെ സംഭവ വികാസങ്ങൾ വളരെ അസ്ഥിരതയുണ്ടാക്കുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും ലെബനനിലെ ഇന്ത്യൻ എംബസി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി വ്യോമാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ഇസ്രായേൽ പോര് തുടങ്ങുകയും ലെബനോൻ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതായും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹിസ്ബുള്ളയെ നിരായുധരാക്കുന്നതിനായി തന്നെ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾ വേണമെന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ പ്രതിസന്ധികൾക്കിടയിലും ശനിയാഴ്ച പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജെറേഡ് കുഷ്ണർ എന്നിവരുമായുള്ള നേതൃത്വത്തിന്റെ സംഘമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി തന്നെ എത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖലീബഫ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന പ്രതീക്ഷയാണ് ഈ കൂടിക്കാഴ്ച. എന്നാൽ ഇറാനിലെ പുതിയ ഭരണകൂടം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന കാര്യത്തിലും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പുതിയ ഭരണ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവം കുറഞ്ഞവരാണെങ്കിൽ സമാധാന നീക്കങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.